ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഫസ്റ്റ് ഡേ തൃക്കുകാരൻ ജ്വല്ലേഴ്സിൽ കയറി കുറച്ച് 2-3 കമ്മൽ, ഗോൾഡല്ല സിൽവർ, നോട്ട് ദ പോയിൻറ്റ്, സിൽവർ, അതും പിന്നെ ഋതുവിന് ഒരരഞ്ഞാണൊക്കെ എടുത്തായിരുന്നു. പിന്നെ എനിക്കൊരു ഗോൾഡിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റും. പിന്നെ അതിന് ശേഷം ശോഭ, ന്യൂ ശോഭയിൽ കയറിയിട്ട് ഋതുവിന് ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കുകയാണ്. ഇത് രണ്ടെണ്ണമാണ് ഫൈനലൈസ് ചെയ്തത്. അതിൽ ഋതു കുറേ അഭിപ്രായമൊക്കെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് രണ്ടും അമ്മാമ്മയുടെ അച്ഛൻ്റെ വകയാണ് കേട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിനുശേഷം അമ്മാമ്മ സെറ്റുമുണ്ടിൻ്റെ സെക്ഷനിൽ പോയി. സെറ്റുമുണ്ട് അമ്മയ്ക്ക് പിന്നെ പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. ഋതുവും കൂടിയിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഋതു ഉള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയ്ക്ക് ചൂല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂലിൻ്റെ കട തപ്പി പോവാണ്. ഈ 2 ചൂല് ഫൈനലൈസ് ചെയ്തു. അതങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇത്ര നടന്ന് ക്ഷീണിച്ചതല്ലേ, പിന്നെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇത്തന്നെ നിറയ്ക്കണ്ടേ. അപ്പോൾ അതും കഴിഞ്ഞ് അങ്ങാടിക്കടയിൽ ചെന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക കഞ്ഞിയുടെ കൂട്ടും പിന്നെ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ. പിന്നെ ഈ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറിയും വാങ്ങി. ഞങ്ങളുടെ ഈ കുട്ടി ഷോപ്പിംഗ് ഇതോടുകൂടി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഒരു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന്. നമുക്ക് അടുത്തുള്ള മാർക്കറ്റ് എന്ന് പറയാനായിട്ട് പുതുക്കാടാണുള്ളത്. സോ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ വിൽക്കാനും ഉണ്ടെങ്കിൽ പുതുക്കാടുക്കാണ് കേട്ടോ വരിക. വിൽക്കാൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഈ അടയ്ക്ക, ജാതിക്ക, കുരുമുളക് ഇങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമുക്കവിടെ ഇങ്ങനെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ട്. നമ്മളവിടെ സ്ഥിരമായിട്ട് അച്ചാച്ചനുള്ളപ്പോൾ തൊട്ട് തന്നെ നമ്മളവിടെയാണ് കൊടുക്കാറ്. ഇപ്പം അച്ഛൻ സ്ഥലം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അച്ഛൻ പുതുക്കാട് നിന്ന് വിട്ട് കൊടകരയ്ക്കാണ് കൊടുക്കുക, ബൾക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മളങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ കൊടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പുതുക്കാട് തന്നെ ഷോപ്പ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. പിന്നെ അവിടെ ഹോൾസെയിലായിട്ടുള്ള കടകളും പിന്നെ കുറേ കടകളുള്ളത് കാരണം തന്നെ നമുക്ക് റേറ്റ് ബാർഗെയിൻ ചെയ്തും കമ്പാരിസൺ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തുള്ളൊരു അടിപൊളി തുണിക്കട എന്ന് പറയാൻ ന്യൂ ഷോപ്പയാണ്. നല്ല മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആയാലും അല്ലാതെ ഡിഫറെൻറ്റ് കളക്ഷനും റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നല്ല സെലക്ഷനുണ്ട് കേട്ടോ. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞാൽ വാങ്ങിച്ച ഐറ്റംസ് കാണിച്ചു തരാം. ഋതുവിന് വാങ്ങിച്ച സിൽവറിൻ്റെ അരഞ്ഞാണാണിത്. പിന്നെ ഞാനൊരു ചെറിയ സെക്കൻഡ് സ്റ്റേഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പണി കിട്ടി. ഇതിൻ്റെ പിരി എന്തോ ടൈറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. വീണ്ടും ഇതുകൊണ്ട് മാറ്റേണ്ടി വന്നായിരുന്നു. ഇനി ഞാനെങ്ങാനും പിടിച്ചിട്ട് തിരിച്ചിട്ട് ഇതിൻ്റെ പിരി പൊട്ടിപ്പോന്ന് കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ തലയിലാവും. പിന്നെ ഈ സിൽവറിൻ്റെ സ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസാണ് കേട്ടോ. രക്തചന്ദനം, പനങ്കൽക്കണ്ടം, മൺചട്ടി, ഹെർബലിൻ്റെ ഡൈ, പിന്നെ ഇതാണ് കർക്കിടക കഞ്ഞിയുടെ കിറ്റ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഋതുവിനുള്ള ഡ്രസ്സ്, ഈ 2 ഡ്രസ്സാണ് കേട്ടോ വാങ്ങിയത്. അമ്മാമ്മയ്ക്ക് ഊഞ്ഞാൽ വാങ്ങണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്നിട്ട് വാങ്ങിക്കാമെന്ന്. ഋതുവിനൊരു ജീൻസിൻ്റെ കുട്ടി നിക്കറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. നമുക്ക് നല്ല നല്ല ബനിയൻ്റെ കൂടെ പെയർ ചെയ്യാമല്ലോ. ഇതാണ് ഐറ്റം. ഇത് സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് വീഡിയോ. ടാറ്റ, ബൈ ബൈ.